റവ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ളൊരു പലഹാരമാണ്. കുട്ടികളൊക്കെ സ്നാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു ഐറ്റം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ടയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം 2-3 ഏലക്ക കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കും. മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന രീതിയിലൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമോ പാലോ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി നമ്മുടെ മാവ് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നോളും. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞു ബൗളുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ബൗളുകളിൽ ഒരു 1/4 ഭാഗത്തോളം വരത്തക്ക രീതിയിൽ നമുക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബൗളുകളിലും മാവൊന്ന് ഒഴിച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങയോ അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് പൊടിച്ചതോ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള ബൗളെല്ലാം തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പഞ്ഞി പോലെയുള്ള നമ്മുടെ പലഹാരം റെഡിയായി കഴിയും. അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.